ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇതെൻ്റെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുക്കുന്നതാണ്. കാരണം എൻ്റെ വോയിസ് ഞാൻ റെക്കോർഡായി കഴിഞ്ഞിട്ട് അറിയണ വോയിസ് റെക്കോർഡുകളിലാണ്. എൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞത് വേസ്റ്റായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു എക്സ്ഫി ഫാമാണ്. സ്പോണർ സെർവറിൽ പൊട്ടിക്കാൻ പറ്റും സിൽ ടച്ച് യൂസ് ചെയ്തിട്ട്. ഇതിപ്പോൾ എങ്ങനെ ബിൽഡ് ചെയ്തതാണ്. ഇതിലൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിട്ട് 2 മൂലക്കായിട്ട് വാട്ടർ ബക്കറ്റ് ഇട്ട് വെക്കുക, നടുക്കായിട്ട് കുറച്ച് വാട്ടറും കൂടി വയ്ക്കുക. അപ്പോൾ അവിടെ 2 ബ്ലോക്കായിട്ട് വരും. അവിടെ മറ്റേ ഹോപ്പറും ചെസ്റ്റും വെച്ചിട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കുറേ കോമഡി ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് ഇത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഇട്ട് കളഞ്ഞേക്ക്. ഞാനിനി അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വോയിസ് റെക്കോർഡ് ചെയ്യണ, പിന്നെ കൂടെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണ വല്ല ഡിസ്കോഡിലായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കണേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റണ വല്ല ആപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതെങ്ങനെ ഉണ്ടെങ്കിൽ പറ. അയ്യോ സോമ്പിൻ്റെ അടി. ഇതൊക്കെ കോമഡി രീതിയായിരുന്നു. നിങ്ങളാ നോക്കണം. ആ സമയത്ത് എന്നെ കളിയാക്കി കൊന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൂട്ടുകാരൻ കുറച്ച് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. നന്മയ്ക്കുടമയാണ്. എൻ്റെ റിയൽ ലൈഫിൽ ഫ്രണ്ടുമാണ്, പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിലത്തെ ഫ്രണ്ടുമാണ്. ഇപ്പോൾ ഞങ്ങൾ ഫാമൊക്കെ ഉണ്ടാക്കി. ഇത് സ്പോണർ ഇവനാണെങ്കിലും ഈ ഡിസൈനും എല്ലാ കാര്യങ്ങളൊക്കെ അല്ല, ഡിസൈൻ മാത്രം എൻ്റെ എല്ലാം ഇവൻ തന്നെ പണിതിടും. ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിച്ചു മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഫുഡ് ഒരു വലിയ നന്മയുടെ മനസ്സിനൊട്ടുന്നതാണ്. KFC ഈ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇപ്പം തല്ലും. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ വരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഫുൾ ഡ്രം തന്നെയല്ലേ പ്രൊണൗൺസിയേഷൻ, ചിലപ്പോൾ വല്ല മിസ്റ്റേക്ക് അങ്ങനെ ഉണ്ടായിരിക്കും. ഡ്രമ്മന്നെ അങ്ങനെ പറയാം. പിന്നെ അതിൽ കുറച്ച് എൻജാൻമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻജാൻമെൻറ്റ്സ് ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവൻ ആ സമയത്ത് കോമഡി എന്ന് വെച്ചാൽ കോമഡി ആയിരുന്നു. അയ്യോ, അതൊക്കെ ആ സമയത്ത് റെക്കോർഡ് ചെയ്യണം. സാരില്ല, ഇട്ടാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ആർക്കെങ്കിലും അറിയാമെന്ന് പറ. കുറേ കൂട്ടുകാരന്മാരുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി. അപ്പോൾ ഇനി ഞാൻ ഈ എൻജോയ്മെൻറ്റിൽ മെൻറ്റിങ് ഫുൾ ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രശ്നമില്ല, എൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വരാം, ഇത് ഫുള്ള് മെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ ഒരു കാരണത്താൽ മാത്രമേ ഞാൻ എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല നെതറൈറ്റ് ആർമർ. ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ എൻ്റെ പിക്കെക്സിന് മാത്രമേ ഇതുള്ളൂ, മെൻറ്റിങ് ഉള്ളൂ. പിന്നെ ഇതിലോട്ട് ഫുൾ ആർമറുള്ളൂ. പിന്നെ എൻ്റെ ഇടയിൽ കുറച്ച് പേര് സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്തതിന് നന്ദി. ഓക്കെ, ബൈ.